ഓം നമോ ഭഗവതേ വാസുദേവായ. കർക്കിടക മാസം 5-ാമത്തെ ദിവസമാണ്, അതായത് രാമായണ പാരായണത്തിൻ്റെ 5-ാം ദിവസം. സാധാരണയായി ഇന്ന് അയോധ്യ കാണ്ഡത്തിൻ്റെ ആരംഭ ഭാഗമാണ്. ഇത് ശ്രീരാമ ഭഗവാന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ്. ഒരു രാജാഭിഷേകത്തിൻ്റെ ഒരുക്കം തടസ്സപ്പെടുന്നത് പോലെ നമുക്ക് തോന്നുമെങ്കിലും ആത്മീയമായി നോക്കുമ്പോൾ ഇത് ധർമ്മത്തിൻ്റെ മഹാപരീക്ഷയുടെ തുടക്കം തന്നെയാണ്. പട്ടാഭിഷേകമാണ്. പട്ടാഭിഷേകമെന്നാൽ ഓരോരുത്തരുടെയും മനസ്സിലെ ദൈവീകതയുടെ ഉദയമാണ്. ശ്രീരാമ ഭഗവാന്റെ രാജാഭിഷേകം എന്നത് ഒരു രാജാവാകൽ മാത്രമല്ല, നമ്മുടെ മനസ്സിൽ സത്യം, ധർമ്മം, കരുണ, ആത്മനിയന്ത്രണം എന്നിവയ്ക്ക് സ്ഥാനം നൽകുവാനുള്ള ഒരുക്കം തന്നെയാണ്. നമുക്കറിയാം, ആത്മീയ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒരു പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മന്ദരയാണ്. അതായത് അസ്ഥിരമായ ചിന്തകളുടെ ഒരു പ്രതീകമായിട്ടാണ് മന്ദരയെ ശ്രീരാമായണത്തിൽ കാണുന്നത്. ഇവിടെ മന്ദര ഒരു വ്യക്തി മാത്രമല്ല. മന്ദര പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അസൂയ, ഭയം, സംശയം, മറ്റുള്ളവരുടെ വാക്കിൽ വീഴുന്ന മനസ്സ്, സ്വാർത്ഥ ചിന്ത, ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും മന്ദരയുടെ പോലുള്ള ശബ്ദങ്ങൾ എപ്പോഴും ഉണ്ടാകും. അതായത് അവന് കിട്ടുന്നത് നിനക്ക് കിട്ടുന്നില്ല, നീ പിന്നിലാകും, അവനെ വിശ്വസിക്കരുത്. ഇത്തരം ചിന്തകളാണ് എപ്പോഴും നമ്മുടെ മനസ്സിനെ തകർക്കുന്നത്. ഇവിടെ കൈകേയിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഒരു നല്ല മനസ്സ് എങ്ങനെ മാറുന്നു എന്നത്. നമുക്കറിയുന്നത് പോലെ കൈകേയി ശ്രീരാമ ഭഗവാനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഒരു മോശമായ ഉപദേശത്തിൻ്റെ സ്വാധീനത്തിൽ അവരുടെ ചിന്ത മാറുകയാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മുടെ കൂട്ടുകെട്ടുകളും കേൾക്കുന്ന വാക്കുകളുമാണ് തീരുമാനിക്കുന്നത്. അതിനാൽ നല്ല സത്സംഗം അത്യാവശ്യമാണ്. ഇവിടെ കൈകേയി 2 വരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഭരതന് രാജ്യം, പിന്നീട് രാമന് 14 വർഷത്തെ വനവാസവും. നമുക്ക് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ വളരെ ക്രൂരമായി തോന്നിയിരിക്കാം. എന്നാൽ നമുക്കറിയാം, ഈ ഒരു സംഭവത്തിലൂടെയാണ് ശ്രീരാമ ഭഗവാന്റെ മഹത്വം ലോകമറിയുന്നത്, ഭരതൻ്റെ ത്യാഗം വെളിപ്പെടുന്നത്, ലക്ഷ്മണൻ്റെ സേവന മനോഭാവം പ്രകടമാകുന്നത്, സീതാദേവിയുടെ ധർമ്മം ലോകത്തിന് മാതൃകയാകുന്നത്, അതിലുപരി രാവണവധത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ഈശ്വരൻ്റെ പദ്ധതികൾ പലപ്പോഴും നമുക്ക് ദുഃഖമായി തോന്നും. ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മസാരം എന്താണ്? ഇവിടെ അയോധ്യ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. ശ്രീരാമൻ നമ്മുടെ ആത്മാവാണ്. ദശരഥനാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും വിവേകമാണ്. കൈകേയി ആഗ്രഹങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു മനസ്സാണ്. മന്ദര നമ്മുടെ ഉള്ളിൽ അഹങ്കാരവും അസ്ഥിരമായ ചിന്തകളുമാണ്. ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ അസ്ഥിരമായ ചിന്തയ്ക്ക് നമ്മുടെ മനസ്സിൽ പ്രവേശനം കിട്ടിയാൽ അത് ഏത് വലിയ തീരുമാനങ്ങളെയും മാറ്റിമറിക്കും. നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന പാഠം ഇതൊക്കെയാണ്. ഏത് സമയത്തും, അതായത് സന്തോഷ സമയത്തും വിനയഭാവം കൈവിടരുത്. ആരുടെ ഉപദേശം സ്വീകരിക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തെ തീർച്ചയായും നിർണ്ണയിക്കും.
അസൂയയും ഭയവും മനസ്സിനെ അന്ധമാക്കും. ഈശ്വരൻ അനുവദിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു വലിയ ഉദ്ദേശ്യമുണ്ട്. പരീക്ഷണങ്ങൾ പലപ്പോഴും വലിയ അനുഗ്രഹങ്ങളുടെ ആരംഭം തന്നെയാണ്. നമുക്ക് ഭഗവാനോട് ഇത്തരത്തിൽ പ്രാർത്ഥിക്കാം. അല്ലയോ ശ്രീരാമ ഭഗവാനെ, എൻ്റെ മനസ്സിലെ മന്ദര പോലുള്ള ദുശ്ചിന്തകളെ അകറ്റേണമേ. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിയും ഏത് സാഹചര്യത്തിലും ഭഗവാന്റെ ഇഷ്ടം സ്വീകരിക്കുവാനുള്ള മനസ്സും എനിക്ക് എല്ലായ്പ്പോഴും നൽകണമേ. എൻ്റെ ഹൃദയത്തിൽ നീ എപ്പോഴും പ്രകടമാകണം. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.